ഹായ് ഡിയർ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അതിപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുണ്ടായൊരു പെയിൻ അല്ലെങ്കിൽ നിരാശ അതൊക്കെയും റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും എനിക്ക് പുറത്ത് കടക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. അതുപോലെ തന്നെ ആ ഒരു പെയിന് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞ ശേഷം ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളാലാകുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു വ്യക്തിയുണ്ട്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവർ നിങ്ങൾക്ക് നൽകുന്ന ഇമോഷണൽ സപ്പോർട്ട് അത് നിങ്ങൾക്ക് ഇവിടെ വളരെ വലിയൊരു ഹെൽപ്പായിട്ട് വരും എന്നാണ് കാണുന്നത്. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റക്കായി പോയൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടായൊരു സിറ്റുവേഷൻ, അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയമെടുത്തേക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് കുറച്ച് സമയമെടുത്തേക്കും. ആ ഒരു ടൈം കൊടുക്കുക. എന്നാലും നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചെയ്യുന്ന ശ്രമങ്ങൾക്ക് ഒരു ഫലമില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അവിടെ അതിൽ നിന്ന് ലെസൺസ് പഠിക്കാനുണ്ടാവും. അല്ലെങ്കിൽ നമ്മളറിയാതെ ഒരു പ്രത്യക്ഷത്തിൽ കാണാത്തതാകും റിസൾട്ട്. ഗ്രാജുവലി അവിടെ ഒരു റിസൾട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും അവിടെ ക്ഷമയോടുകൂടി നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യം, അതിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്ത് കടക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ ഒരു നെഗറ്റീവ് എനർജീസ്, അതായത് നിങ്ങളുടെ വിഷമങ്ങൾ, പെയിന്, ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഏറ്റവും എന്താ പറയുക, റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ തയ്യാറാണ്. എന്നാലും ഈ ഒരു പെയിന്, നിങ്ങൾ അനുഭവിച്ച ഈ ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങളെ ഇങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടാവാം. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു പെയിന് റിലീസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് സ്വീകരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളത്. അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങും നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ്സ് സ്വീകരിക്കുക. നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാ ഐഡിയിൽ തന്നെ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലെനിക്കൊരു മെസ്സേജ് അയയ്ക്കാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.